അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഗബ്രിറ്റിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളാണ്. നമ്മൾ കൊണ്ടുവന്നിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു സൈറ്റിൽ. അപ്പോൾ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, ബെഡ്സിമെൻ്റ് അടിക്കലും കാര്യങ്ങളായിട്ട് അവർ നനച്ചപ്പോൾ ചെറുതായിട്ട് പെട്ടി നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്യാണ് ബോക്സ്. സാധനങ്ങൾ ഓരോന്ന് എടുത്ത് പുറത്ത് വെക്കേണ്ട പരിപാടിയില്ല. അപ്പോൾ അതിൻ്റെ എൽബോ ആണിത്. ഇത് 3 ഇഞ്ചാണ് ഔട്ട് വരിക. ഇതിൻ്റെ ഒരു ബുഷ് ഉണ്ട്, റെഡ്യൂസർ ബുഷ്. ഇതാണ് റെഡ്യൂസർ ബുഷ്. ഇതിട്ടിട്ട് നമ്മളാണ് 4 ഇഞ്ച് എൽബോ ഒക്കെ ഇട്ട് കൊടുക്കുക. മറ്റേത് അതിൻ്റെ ലോക്കാണ്, സ്റ്റാൻഡിൽ ക്ലാമ്പ് ചെയ്യുന്ന ലോക്കാണത്. അത് കാറ്റലോഗും മറ്റേ മഞ്ഞ കണ്ടത് എൻഡി ക്യാപ്പും കാര്യങ്ങളാണ്. 1.25 ഇഞ്ച് 4 ഇഞ്ചിൻ്റെ എൻഡി ക്യാപ്പാണ് അടച്ചിടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടാങ്ക് പുറത്തെടുത്തിട്ടുണ്ട്. മറ്റേത് ബുഷും കാര്യങ്ങളുമാണത്. ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ബുഷും കാര്യങ്ങളും. അത് ജസ്റ്റ് ഒരു ബുഷ് തന്നെ ഉള്ളൂ, കാരണം അത് നമ്മൾ യൂസ് ചെയ്യില്ല. ക്ലോസറ്റ് വാങ്ങുമ്പോൾ ഈ ക്ലോസറ്റിൻ്റെ കൂടെ 2 ബുഷും കാര്യങ്ങളും കിട്ടും. 1.25 ഇഞ്ച് 4 ഇഞ്ചിൻ്റെ ബുഷ് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ കാറ്റലോഗ് നോക്കി മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ 1080 ആണ് അതിൻ്റെ ടോപ്പ് ഹൈറ്റ് വരിക, അതിൻ്റെ ടോപ്പിക്ക്. അതായത് 1080 നഗരം കാറ്റലോഗിൽ എഴുതിയിട്ടുണ്ടാകുക. അതായത് 108 സെൻറ്റിയാണ് വരിക ടോപ്പ്. അതായത് നമ്മൾ ഫ്ലോറിൽ നിന്ന് 4 ഇഞ്ച് വിട്ട് അതിൻ്റെ മുകൾക്കാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ലെവൽ അളക്കുക. കാരണം നിങ്ങൾ ടൈൽസിൻ്റെ കനം, കോൺക്രീറ്റ് പരിക്കനും ഒക്കെ പാടെ എന്തായാലും 4 ഇഞ്ച് കനം വരും. അപ്പോൾ അത് നമ്മൾ കണക്കാക്കണം. നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ പരിപാടി ഇല്ല സംഭവം. അതിൻ്റെ കറക്റ്റ് ലെവലൊക്കെ വെച്ച് മാർക്ക് ചെയ്തതാണ്. ഫസ്റ്റ് അതിൻ്റെ ടോപ്പ് അളക്കും. ടോപ്പ് അളന്ന് ബോക്സിൻ്റെ വീതി അളന്ന്. അപ്പോൾ കട്ടർ വെക്കാൻ വേണ്ടിയിട്ട് നേരെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ചോക്കിട്ടൊന്ന് ജസ്റ്റ് അതിന് മുകളിൽ റഫായിട്ട് വരണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ടാങ്ക് വെച്ച് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത്. കാരണം നമുക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പം എന്താണ്, ഓപ്പോസിറ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്യാനാണ് എളുപ്പം, ക്ലാമ്പ് മാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ടാങ്ക് സ്ക്രൂ ചെയ്യേണ്ട ഹോള് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഹോള് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തിട്ട് ഡ്രില്ലടിച്ച് കണ്ട് അതേപോലെ അത് ഫുള്ള് ചിപ്പ് ചെയ്തെടുക്കാണ്ട് കട്ടർ വെച്ച് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹോൾ അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളിത് പൊളിച്ചതിന് ശേഷം ഹോൾ അടിക്കുമ്പോൾ ഡ്രില്ലടിക്കുമ്പോൾ ആ സമയത്ത് ഡ്രില്ല് പവർ ഡ്രില്ല് ഹെൽത്തി ആകോട്ട് സാധനം പൊളിഞ്ഞു പോരും. അത് കട്ടർ വെച്ച് ആദ്യം ഫുള്ള് ലൈന് വരഞ്ഞ് കറക്റ്റ് ലൈന് വരഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ സാധാ ചെറിയ ഡ്രില്ല് ഹിൽറ്റി ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഫുള്ള് ചിപ്പ് ചെയ്തെടുക്കണം. കട്ട് ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് യൂസ് ചെയ്ത് ചെയ്യണത് ഏറ്റവും ബെറ്ററാണ്. നമ്മൾ പറഞ്ഞില്ലേ സാധാ ഡ്രില്ലോട്ട് തന്നെയാണ് നമ്മൾ ചിപ്പ് ചെയ്യണത്. അതായത് സാധാ ഡ്രില്ലോട്ട് ചിപ്പ് ചെയ്യാനുള്ള മെയിൻ വിഷയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കല്ല് വലിയ ദമ്മുള്ള കല്ലെന്നല്ല, ഒരു സെക്കൻഡ് ക്വാളിറ്റി കല്ലാണ്. അപ്പോഴൊക്കെ ചിപ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചിപ്പിങ് കഴിയാനായിക്കണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഒരു ബോക്സ് മോഡൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. മൊത്തത്തിൽ എടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ക്ലാമ്പ് ഇരിക്കുന്ന ഭാഗം അടി മാത്രം കട്ട് ചെയ്താൽ മതി. അടി മുകളിൽ ടാങ്കിൻ്റെതും പിന്നെ 1.25 ഇറങ്ങുന്നതാണ് നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും അടിക്ക് 4 ഇഞ്ചിനുള്ളതാണ് ചിപ്പ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊരു ഏകദേശം അതിൻ്റെ കുണ്ട് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3.5-4 ഇഞ്ചോളം വരും. അതുകൊണ്ടുള്ള വരിക. പിന്നെ നമുക്കിത് വീഡിയോയിൽ ഫുള്ള് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഫിറ്റ് ചെയ്യണതും കാര്യങ്ങളും ഫുള്ള് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ കട്ട് ചെയ്ത് അതിന് വെച്ച് തേച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ട് കയറ്റിയതാണ്. ഇത് ഫുള്ള് പണി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. തേപ്പും ഫുള്ള് കഴിഞ്ഞ് ഫിക്സ് ആക്കിയതിന് ശേഷം അതിലിപ്പോൾ വെള്ളം ലോഡാക്കിയിട്ടുണ്ട്. വെള്ളം ലോഡ് ചെയ്തൊരു വീഡിയോ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്ലോസറ്റും കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യണതാണ്. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.